ഹേ ഗായ്സ്, ശ്രീ ഹിയർ. സാംസങ് ഗാലക്സി ഫോൾഡ് 6 ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യമേ ഇതിൻ്റെ ഫിലോസഫീനെ കുറിച്ച് പറഞ്ഞു തുടങ്ങണം. ഫിലോസഫി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്, കീപ്പ് ഇൻ മൈൻഡ് ഈ പ്രൊഡക്റ്റ് എല്ലാ രീതിയിലും ഡിസൈൻ ചെയ്തേക്കുന്ന സോഫ്റ്റ്വെയറും അല്ല. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ സാധനം മെയിൻ പോയിന്റ് വരാനാണ്. പ്രൊഡക്ടിവിറ്റി വരാൻ വേണ്ടി ഇതിൻ്റെ ഹാർഡ്വെയർ ചേഞ്ചസും സോഫ്റ്റ്വെയർ ചേഞ്ചസും എല്ലാം ഒരുപാട് ട്വീക്ക് സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ മൈ ഫസ്റ്റ് പോയിന്റ് ഇസ്, ഇതൊരു നല്ല ഒരു റിഫൈൻമെൻറ്റ് അപ്ഡേറ്റാണ്. ഫോൾഡ് 5 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഡിസൈനിലാണെങ്കിലും സോഫ്റ്റ്വെയറിലാണെങ്കിലും AI ഫീച്ചേഴ്സിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്കത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് ഇത്രേ പറയുള്ളൂ, ഇതൊരു ജെന്യുവൻ അപ്ഡേറ്റ് ആണോ എന്ന് വെച്ചാൽ യെസ്, ഒരു പ്രോപ്പർ റിഫൈൻമെൻറ്റ് അപ്ഡേറ്റ് ആണ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ഗൈസ്, ഇപ്പം നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1000 രൂപ അല്ലെങ്കിൽ 999 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ADLD കിട്ടും. ഓൾമോസ്റ്റ് 2 വട്ടം ഒരു വർഷത്തേക്ക് എന്ത് ഫിസിക്കൽ ഡാമേജിനെ അവർ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ട്വിൻസ് മൊബൈൽസ് ട്രിവാൻഡ്രത്ത് ഇതെല്ലാം നിങ്ങൾക്ക് അവൈൽ ചെയ്ത് തരും. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ അവിടെ പോയി എടുക്കാൻ റെഡി സ്റ്റോക്കും ഉണ്ട്. സോ ആദ്യമേ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈൻ അപ്ഡേറ്റ്സ് തന്നെയാണ്. ചെറിയ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. ഏറ്റവും നോട്ടീസബിൾ ആയിട്ടുള്ള അതിൻ്റെ വെയിറ്റ് കുറഞ്ഞു. രണ്ടാമതെന്ന് പറയുമ്പം ഇതിനകത്ത് ടഫ് ആൻഡ് അലുമിനിയം ഉപയോഗിച്ചേക്കുന്നത്. സോ ഒരു ബെറ്റർ നമുക്കെന്താ സേഫ് ഓഫ് മൈൻഡ് ഒക്കെ കിട്ടും യൂസ് ചെയ്യുമ്പോൾ. മൂന്നാമത്തേന്ന് പറയുമ്പം IP48 റേറ്റഡാണ്. നാലാമത്തേന്ന് പറയുന്നത് ഗൈസ്, ഇതിൻ്റെ തിക്നെസ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ലൈക്ക് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില യൂട്യൂബേഴ്സും ചിലർ ഡീപ്പ് ഡൗൺ ആയിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ഹിഞ്ച് മെക്കാനിസത്തിനും ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്രീസ് ഇച്ചിരി ലൈറ്റർ ആയിട്ടുണ്ട്. എന്തൊക്കെ ലെയേഴ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുകയോ കൂട്ടിയൊക്കെയുള്ള ഒരു ബെറ്റർ ഹിഞ്ച് എക്സ്പീരിയൻസ് തരാൻ പറ്റുന്നു. ലൈറ്റ് ലീക്സ് ഒക്കെ ഹിഞ്ചിൽ ഭയങ്കര കുറവാണ്. ഇൻ ജനറൽ എനിക്ക് പറയാനുള്ള ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇൻ ഫോൾഡ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഡിസൈനിൽ. ആ ഡിസൈൻ ഇൻറ്റ്യൂട്ടീവ് ആണ് യൂസ് ചെയ്യാൻ ഗൈസ്. വെയിറ്റും തിക്നെസ്സും അത്യാവശ്യം കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പിടിക്കുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും ഒക്കെ ഒരു വലിയൊരു ഫോൺ യൂസ് ചെയ്യുന്നൊരു ഫീലേ വരത്തുള്ളൂ. ഓൾമോസ്റ്റ് ഒരു S24 അൾട്രേനെ കട്ടിയൊക്കെ ആ ഒരു ലെവൽ ഓഫ് വെയിറ്റിലേക്കൊക്കെ വന്നെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി അപ്രീഷ്യബിൾ. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേ പറ്റൂ. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിസൈനിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നുള്ള അതിൻ്റെ ഫ്രണ്ട് സ്ക്രീൻ ഉണ്ടല്ലോ, ആ ബാക്ക് സ്ക്രീനോ കവർ സ്ക്രീൻ നിങ്ങൾ പറയത്തില്ലേ, അവിടെ കാണാം. കവർ സ്ക്രീനിനകത്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഫോണിനകത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു 6.3 ഇഞ്ച് ഇത്തിരി കൂടെ ഒരു ആസ്പെക്ട് റേഷ്യോ ഒക്കെ ചുരുക്കി ഒരു കിടിലം ഡിസ്പ്ലേ തന്നെ ഇത്. ദർ ഈസ് നത്തിങ് യു കാൺട്ട് ഡു. ജെനുവൻലി പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 95% ഓഫ് ദ ഫോൺ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അതിനകത്ത് ചെയ്യാൻ പറ്റും. കവർ സ്ക്രീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോപ്പർ സാംസങ്ങിൻ്റെ കിടിലം ഡിസ്പ്ലേ ആണ്. 120 Hz ഉണ്ട്, 2600 പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ യു ആർ നോട്ട് മിസ്സിങ് ഔട്ട് എനിത്തിങ് കവർ സ്ക്രീനിൽ തന്നെ. ഇനി ആ കവർ സ്ക്രീൻ ഓപ്പൺ ചെയ്യുക ഗൈസ്, യു ആർ വെൽക്കംഡ് ഇൻ ടു എ ന്യൂ വേൾഡ്. എനിക്കിത് ഇവിടെ സംസാരിക്കാനുള്ള, എൻ്റെ അടുത്ത് ആരെങ്കിലും ഫോൾഡ് എടുക്കണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം, നിങ്ങൾക്ക് ആ ഓപ്പൺ ഫോൾഡബിൾ സ്ക്രീൻ, ആ ഒരു വലിയ സ്ക്രീൻ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ടു ബി റിയൽ ആൻഡ് ഓണസ്റ്റ്, സ്പെക്കെല്ലാം മാറ്റി വെക്കുവാണെങ്കിൽ ആ ഡിസ്പ്ലേയിലോട്ട് തുറന്നാൽ നിങ്ങൾക്ക് S Pen കൂടെ ഉണ്ട്. നിങ്ങൾക്കൊരു സ്കെച്ച് ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ മിനിമലായിട്ടും അത്യാവശ്യം നല്ലോണം സ്കെച്ച് ചെയ്യാം. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഇതിൻ്റെ AI ഫീച്ചേഴ്സ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പർ. ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ് ഇതെല്ലാം നിങ്ങൾക്ക് പറ്റും. കാരണം ഈ സ്ക്രീൻ അത്യാവശ്യം കളർ ആക്യുറേറ്റ് ആണ്, അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ്, 2600 nits ഉണ്ട്, 120 Hz പാനലാണ്. യു ആർ നോട്ട് മിസ്സിങ് ഔട്ട് എനിത്തിങ്. എനിക്ക് റിഫ്ലക്ഷനെ കുറിച്ച് തോന്നിയത്, എനിക്ക് പേഴ്സണലി തോന്നിയത്, ഞാൻ ഫോൾഡ് 5ഉം ഫോൾഡ് 6ഉം ഒരുപാടൊന്നും ഉപയോഗിച്ചില്ല, പക്ഷേ എവിടേക്കോ ഒരു ചെറിയ റെഡ്യൂസ് ഇൻ റിഫ്ലക്ഷൻ എനിക്ക് തോന്നി. ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്. സോ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഡിസ്പ്ലേനെ കുറിച്ച് രണ്ടും പറയാനുള്ള, ടോപ്പ് ഓഫ് ദി ലൈൻ ഡിസ്പ്ലേ. ആൻഡ് ഇത് മനസ്സിൽ വെക്കുക, നിങ്ങൾക്കൊരു സാധാരണ ഫോണായിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊഡക്ടിവിറ്റി മെഷീനായിട്ട് ഉപയോഗിക്കാം. ഇനിയും എനിക്കിതിനകത്ത് 3 കാര്യങ്ങൾ ഒരുമിച്ച് പറയണം. ദി പെർഫോമൻസ്, ബാറ്ററി ആൻഡ് AI. ഈ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ സ്ട്രെസ് ചെയ്യാതെ തന്നെ പറയാം. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ആണ്, UFS 4.0 സ്റ്റോറേജ്, LPDDR5X റാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേറ്റസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് പെർഫോമിംഗ് ഡിവൈസ് തന്നെ ഇത്. ഒരു രീതിയിലും പെർഫോമൻസ് സ്റ്റാറ്റ്മെൻറ്റിൽ അവർ ഒന്ന് പിന്നിലോട്ട് വലിയ ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് കൂളിംഗ് ചേമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇറ്ററേഷൻ ഓഫ് ഫോൾഡിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള കൂളിങ്ങും തെർമൽസും ത്രോട്ടലിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇൻ പെർഫോമൻസ് സെഗ്മെൻറ്റിൽ നിങ്ങൾ ഗെയിം കളിക്കാനാണെങ്കിലും അത്യാവശ്യം എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു പേടിയും ഒരു ഭയവും വേണ്ട. അതിൻ്റെ കൂടെ ആ സ്പീക്കേഴ്സ്, എൻ്റെ പൊന്നോ, എത്ര പേര് ഇത് യൂട്യൂബിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫിനോമിനൽ സ്പീക്കേഴ്സ് ഇൻ സ്മാർട്ട് ഫോൺ എന്ന് തന്നെ പറയാം. സിനിമ കാണാനും ഒക്കെ ഇച്ചിരി പൊളിയാണ്. അതിൻ്റെ കൂടെ തന്നെ കറക്റ്റ് നിങ്ങൾക്ക് IMAX ആസ്പെക്ട് റേഷ്യോയിലൊക്കെ സിനിമ കാണാൻ പറ്റുമെങ്കിൽ അത് ഇച്ചിരി കൂടെ അടിപൊളിയാണ്. ബട്ട് ഇൻ ജനറൽ നിങ്ങളുടെ വിചാരം ആ ഒരു ഫോൾഡ് തുറന്ന ഫുൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒന്നും കിട്ടത്തില്ല.
കാരണം ഒരു സ്ക്വയറിഷ് കൈൻഡ് ഓഫ് ഡിസ്പ്ലേ ആണ് ഇതിന്. അതുകൊണ്ട് കോർണേഴ്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കട്ടാവും. കീപ്പ് ഇൻ മൈൻഡ്. ഇനി നമുക്ക് ബാറ്ററിനെ കുറിച്ച് പറയാം ഗൈസ്. ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് ചെറിയൊരു ഗ്രിഡ്ജ് ഉള്ളത്. 4400 mAh ബാറ്ററി ഇവിടെ ഉള്ളത്. ആൻഡ് ഡോണ്ട് ഗെറ്റ് മീ റോങ്, നിങ്ങളൊരു സാധാരണ ഫോണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ കിട്ടും. ഞാൻ കറക്റ്റ് സ്ക്രീൻ ഓൺ ടൈം ഇവിടെ കോട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ഫോണിൻ്റെ ഫോൾഡ് എന്ന് വെച്ചാൽ വലിയ മെയിൻ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ബാറ്ററീൻ്റെ വലിയ എമൗണ്ട് കൂടും. കാരണം എക്സാമ്പിൾ, ഞാനൊരു പടം വരയ്ക്കാൻ വേണ്ടി ഒരുപാട് സ്കെച്ച് ചെയ്തു പെന്നൊക്കെ വെച്ച്. ആ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളതിനകത്തെല്ലാം വെച്ച് നോക്കുമ്പോൾ നോട്ടീസബിളി പെട്ടെന്ന് ആ വൈഡർ ഡിസ്പ്ലേ ബാറ്ററി സക്ക് ചെയ്യുന്ന പോലെ തോന്നി. പിന്നെ സിനിമയൊക്കെ കാണുമ്പോഴും ആ ഫുൾ സ്പീക്കേഴ്സ് സൗണ്ടിലൊക്കെ ഇട്ട് ഫുൾ ബ്രൈറ്റ്നസ് ഒക്കെ ഇട്ട് ട്രെയിലറൊക്കെ എൻജോയ് ചെയ്യുമ്പോഴും എനിക്ക് തോന്നി ബാറ്ററി ലൈഫിന് ചെറിയൊരു ഹിറ്റ് എവിടെ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രൊഡക്ടിവിറ്റി മെഷീനായിട്ട് നിങ്ങൾ എപ്പോഴും ചാർജർ കൊണ്ട് നടക്കുവാണെങ്കിലൊന്നും വലിയൊരു പ്രശ്നമില്ല. ഞാനിതൊരു കൺസേൺ ആയിട്ട് മാത്രമാണ് പറഞ്ഞത്. ഒരു ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഫോൺ എങ്ങനെയായാലും ഒരു 4 to 5.5 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾക്ക് മിനിമലായിട്ട് യൂസ് ചെയ്താൽ കിട്ടും. ആൻഡ് പുഷ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്തായാലും വലിയ ഡിസ്പ്ലേ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഐ റെക്കമെൻഡ് ഒരു ബാറ്ററി ബാക്കോ എന്തെങ്കിലും കൊണ്ട് നടക്കാം. ഇനി അതിൻ്റെ AI ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം ഗൈസ്. AI ഈസ് റിയൽ ബാക്ക് ഹോട്ട്. ഈ വർഷത്തെ ട്രെൻഡും അടുത്ത വർഷത്തെ ട്രെൻഡും പ്രോബബ്ലി AI തന്നെ ആയിരിക്കും. കാരണം ഈ വട്ടം ഇവർ ഇഡറേറ്റ് ചെയ്തേക്കുന്ന AI ഫീച്ചേഴ്സ് ഗൂഗിളിൻ്റെ ജെമിനിയും ഗൂഗിളിൻ്റെ പാർട്ണർഷിപ്പ് സാംസങ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കഴിഞ്ഞ വർഷം പിക്സലൊക്കെ കണ്ട ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നു. ഇതിനകത്ത് കൊണ്ടുവന്നത് മാത്രമല്ല, എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പെന്ന് വെച്ച് നമ്മൾ ഓരോ പടം വരയ്ക്കും. അപ്പോൾ അത് ഇൻ റിയൽ ലൈഫിൽ അത് ഉണ്ടാക്കി കാണിക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് സൂപ്പറാണ്. AI ഫീച്ചേഴ്സിനെ കുറിച്ച് വേണേൽ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ തന്നെയുണ്ട്. അതൊരു 10-15 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. AI ഫീച്ചേഴ്സിനെ കുറിച്ച് സിമ്പിളി പറയുള്ളൂ. നിങ്ങൾ വാങ്ങിക്കാൻ ബോധേഡ് ആയിട്ടുള്ള ഒരാളാ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ AI ഫീച്ചേഴ്സ് മാക്സിമം പഠിക്കുക. കാരണം ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാനുണ്ട്. ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഇത്ര AI ഫീച്ചേഴ്സൊക്കെ ഒരു ഫോണിൽ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇഷ്ടപ്പെട്ടു. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം ലൈവ് ട്രാൻസ്ലേറ്റും ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും. ഇൻ കോൾ ട്രാൻസ്ലേഷനും കാര്യങ്ങളും എല്ലാം ഗൂഗിളുണ്ടായിരുന്നു പിക്സൽ. അതെല്ലാം പിക്സലിൽ കഴിഞ്ഞ വർഷം ഉള്ളായിരുന്ന ഏറെക്കുറെ എല്ലാ കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ടും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അതിനെക്കുറിച്ച് വേണം ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ. ആൻഡ് ഫോർ എക്സാമ്പിൾ, ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ദിസ് ഇസ് നോട്ട് എ ക്യാമറ സെൻട്രിക് ഫോൺ. പക്ഷേ എന്നാലും ഞാൻ പറയാം, കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ഫോൾഡിലുള്ള അതേ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ടിപ്പിക്കൽ സാംസങ്ങിൻ്റെ പ്രോസസ്സിങ്ങാണ്. എല്ലാവരും പറയും ടിപ്പിക്കൽ സാംസങ് പ്രോസസ്സിങ്. അതെന്തോന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് ആണ്, ചെറുതായിട്ട് വോമാണ്, ഹൈലൈറ്റ്സും ഷാഡോസും നല്ല കൺട്രോളിലാണ്, ചെറിയായിട്ട് ഓഫ് ടിൻറ്റ് വരും, പക്ഷെ അത് ഇച്ചിരി ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് പ്രോപ്പർ കോൺട്രാസ്റ്റുമാണ്. അതിൻ്റെ കൂടെ സ്കിൻ ടോണും ചെറുതായിട്ടൊന്ന് വോമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ടിപ്പിക്കൽ സാംസങ് ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹിഡൻ സെൽഫി ക്യാമറ ഉണ്ടല്ലോ, മറ്റേ ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറ. അതിനെക്കുറിച്ച് വരുമ്പോൾ എനിക്ക് ഒറ്റ യൂസ് കേസേ കാണാൻ പറ്റും. അത് ഭയങ്കര യൂസബിൾ ഒന്നുമല്ല. നിങ്ങൾക്ക് വീഡിയോ കോളും വീഡിയോ കോൺഫറൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അല്ലാതെ സെൽഫി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കവർ സ്ക്രീൻ്റെ അവിടുത്തെ സെൽഫി എടുക്കാം. അല്ലെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോൾഡ് ചെയ്തിട്ട് വേണേൽ ഫ്രെയിം ചെയ്തെടുക്കാം. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് കണ്ട് അവർ ഫ്രെയിം ചെയ്യാം, ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ നല്ല ഇറ്ററേഷനും ഫീച്ചേഴ്സും തന്നെയാണ്. ഇൻ ജനറൽ എനിക്ക് ഫോൾഡ് 6ൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഫോൾഡ് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, ഫോൺ ടൈപ്പ് ഓഫ് ഫോൺ അത് ബെറ്റർ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമുക്ക് വിവോൻ്റെ ഓഫറിങ്ങും ഓണറിൻ്റെ ഓഫറിങ്ങും ഒക്കെ നോക്കി ഇതിലും സ്ലിമ്മർ കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം നല്ലൊരു സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൾഡബിൾ ആസ്പെക്റ്റിനകത്ത് ആ പ്രൊഡക്ടിവിറ്റി ഇഷ്യൂസും ഒക്കെ വരും. അതൊന്നും നിങ്ങൾക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ എനിക്ക് സാംസങ്ങിൻ്റെ അടുത്തൊരു റെസ്പെക്റ്റ് പോലെ തോന്നി. ഇറ്റ് ഹാസ് ഗിവൺ ദി ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഓൾമോസ്റ്റ് ഒരു ചെറുതായി പറഞ്ഞ ഒരു ടാബ്ലറ്റിനെയൊക്കെ റിപ്ലേസ് ചെയ്യുന്ന, ഒരു ഐപാഡിനെയൊക്കെ റിപ്ലേസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൊരു ഡിവൈസ് തന്നെയായത്. ആൻഡ് ഐ തിങ്ക് എനിക്ക് നേരത്തെ കോട്ട് ചെയ്തൊരു വാക്ക് ഒന്നുകൂടെ പറയണം. നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം, നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഫോൾഡബിൾ മെയിൻ ഡിസ്പ്ലേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾക്കിത് കൺസിഡർ ചെയ്യണം. പിന്നെ ഒരു ഫോണും ടാബും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ആൾക്ക് ഇത് റിപ്ലേസ് ചെയ്ത് രണ്ടും ഒന്നായിട്ട് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ യെസ്, പറ്റും, ജെനുവിൻലി പറ്റും. കാരണം ചെറിയ വിട്ടുവീഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ്സും പിന്നെ നിങ്ങൾ ഇച്ചിരി കൂടെ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം യൂസ് ചെയ്യുമ്പം. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് റിയലി ഗുഡ്. സോ ഗൈസ്, ഇതാണ് എൻ്റെ റിവ്യൂ. എനിക്ക് ഇത്രയും തോന്നിയത് ഫോൾഡ് ഗ്രേറ്റ് ഡിവൈസസ് ആണ്. ഇനി നമുക്ക് വരാൻ പോകുന്ന ഫോൾഡബിൾസിലും ഇച്ചിരി കൂടെ സ്ലിമ്മറും ലൈറ്ററും ഒക്കെ ആയിട്ട് വന്നാൽ മേ ബി ദിസ് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ഫോൺ. പക്ഷേ ഒരു കാര്യം കീപ്പ് ഇൻ മൈൻഡ്, ഇതിൻ്റെ കോമ്പറ്റീഷൻ ഒന്നും ഇതിൻ്റെ കൂടെ പിടിക്കാത്തത് ഇതിൻ്റെ എന്താ പറയുക സോഫ്റ്റ്വെയർ കൊണ്ടാണ്.
അത് ഓണറും വിവോ ഒക്കെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എത്രയൊക്കെ ഇന്നോവേറ്റീവ് ഹാർഡ്വെയർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടും സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു ഡിസ്റ്റിങ്ക്റ്റീവ് പോയിൻ്റാണ് ഫോൾഡിൽ ഇത്രയും കിടിലമായിട്ട് ഇരിക്കുന്നത്. ഈ വട്ടം എയും കൂടെ കൊണ്ടുവന്നുകൊണ്ട് കിടിലമായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും എ ഫീച്ചേഴ്സിനെ കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ പോയി നിങ്ങൾ പോയി കാണുക. ഇവരുടെ കീനോട്ടിലും 10-45 മിനിറ്റ് എനെ കുറിച്ച് തന്നെ പറയും. സോ ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്, ഇറ്റ്സ് ശ്രീ ഹിയർ. ഫോൾഡ് ഇസ് ഗ്രേറ്റ്. ഫോൾഡ് 6 നല്ല ഡിവൈസാണ് കേട്ടോ. ആൻഡ് ഇപ്പോൾ നിങ്ങളെടുത്ത അത്യാവശ്യം ഓഫേഴ്സും കിട്ടും. ലവ് യു.